ദ്രൗപദിയാണ് അർജുനന്റെ കഴുത്തിൽ വരണമാല്യം ആദ്യമായി ചാർത്തിയ സ്ത്രീ. സ്വയംവരത്തിൽ ജയിച്ച അർജുനന്റെ കഴുത്തിൽ വരണമാല്യം ചാർത്തി അർജുനനോടും സഹോദരങ്ങളോടും ഒപ്പം അവരുടെ വീട്ടിലേക്ക് വരുമ്പോൾ ദ്രൗപദി വളരെ സന്തോഷകരമായ ഒരു കുടുംബ ജീവിതം അർജുനനോടൊപ്പം ഉണ്ടാകും എന്ന് സ്വപ്നം കണ്ടിരിക്കും. എന്നാൽ പിന്നീട് അങ്ങോട്ട് നടന്നതെല്ലാം ദ്രൗപദിയുടെ ജീവിതത്തെ ദുരന്തമയമാക്കി തീർത്ത കാഴ്ചകളാണ്. ഭർത്താവിന്റെ അമ്മയായ കുന്തിദേവി ദ്രൗപദിയെ 5 പേരോടും പങ്കിട്ടെടുത്തുകൊള്ളാൻ പറഞ്ഞപ്പോൾ അർജുനൻ നിശബ്ദനായി നിന്നത് കണ്ട് തേങ്ങിക്കരഞ്ഞുപോയ ഒരു സ്ത്രീ ആയിരുന്നിരിക്കാം ദ്രൗപദി. കുരുസഭയിൽ വെച്ച് ജ്യേഷ്ഠ പാണ്ഡവനായ യുധിഷ്ഠിരൻ ദ്രൗപദിയെ പണയം വെച്ച് ചൂത് കളിച്ചപ്പോഴും അർജുനൻ നിശബ്ദനായിരുന്നു. അതേ കുരുസഭയിൽ വെച്ച് ദുശാസനൻ ദ്രൗപദിയെ വസ്ത്രാക്ഷേപം ചെയ്യാൻ ശ്രമിക്കുമ്പോഴും അർജുനൻ നിശബ്ദനായിരുന്നു. ഒടുവിൽ വാനപ്രസ്ഥത്തിൽ ദ്രൗപദി വഴിയിൽ വീണു പോകുമ്പോഴും അർജുനൻ നിശബ്ദനായിരുന്നു. ഭീമനാണ് തിരിഞ്ഞു നോക്കി ദ്രൗപദിയോട് ശകലമെങ്കിലും കരുണ കാണിച്ചത്. നമ്മൾ വില്ലാളി വീരനും ലോകൈക പോരാളിയുമെന്ന് വാഴ്ത്തുന്ന അർജുനൻ ദ്രൗപദിയോട് എവിടെയെങ്കിലും നീതി ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിടത്തും ദ്രൗപദി അർഹിക്കുന്ന തരത്തിലുള്ള ഒരു പരിഗണനയും നൽകാത്ത ഭർത്താവായിരുന്നു അർജുനനെന്ന് പറയേണ്ടി വരും.